സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ റവന്യൂ ഓഫീസുകളിൽ ഇപ്പം ജനം കൂടുതലായിട്ട് കയറി ഇറങ്ങുന്നത് വസ്തു തരം മാറ്റത്തിന് വേണ്ടിയാണ്. അതിൻ്റെ അപേക്ഷകൾ കുന്നുകൂടുന്നു എന്നുള്ള ആക്ഷേപങ്ങളും കേൾക്കുന്നുണ്ട്. ഒരു വർഷക്കാലത്തിനുള്ളിൽ, ഒരു വർഷം വേണ്ടി വരില്ല, അതിനുള്ളിൽ തരം മാറ്റത്തിൻ്റെ അദാലത്തുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ ഓൺ റോഡാക്കി മാറ്റാം. നമ്മൾ ഈ 100 ദിനത്തിൻ്റെ ഭാഗമായി മന്ത്രി തന്നെ നേരിട്ടൊരു പോർട്ടൽ ആരംഭിക്കുകയാണ്. ഏതാൾക്കും കേരളത്തിൻ്റെ എവിടെ നിന്നും അവരുടെ അനുഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അഴിമതിക്ക് പണം ചോദിച്ചാൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അയച്ചു തന്നാൽ മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കും. ഇപ്പം ജനങ്ങൾക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ഭൂമി പോകുമോ, അതോ ചിലപ്പോൾ ഈ പ്രമാണത്തിൽ കൂടുതൽ വസ്തു ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ റീസർവ് വരുമ്പോൾ അതില്ലാതാകുമോ? ഇത്തരം ആശങ്കകൾക്ക് എന്താണ് മറുപടി? അധിക ഭൂമി എങ്ങനെ റെഗുലറൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടന്ന് ഒരു സെലക്ട് കമ്മിറ്റി രൂപീകരിച്ച് കേരളത്തിന് വളരെ ശ്രമകരമായ വിധത്തിൽ കൺക്ലൂസീവായ ഒരു ടൈറ്റിൽ എന്ന ആശയത്തിലേക്ക് കേരളം പോവുകയാണ്. റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള മാപ്പും കൂടി എൻ്റെ ഭൂമി എന്ന പേരിൽ ഒരു പോർട്ടൽ ഉണ്ടാവുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ പോർട്ടൽ. ലോകത്തിലെ 10 രാജ്യങ്ങളിൽ, അമേരിക്കയും UK-യും UAE-യും സൗദിയും ഉൾപ്പെടെ, കാനഡയും ഉൾപ്പെടെ ലോകത്തെ 10 രാജ്യങ്ങളിലെ മലയാളികൾക്കും അവിടെ ഇരുന്ന് അവരുടെ മൊബൈലിലൂടെ കേരളത്തിലെ തൻ്റെ ഭൂമിയുടെ ടാക്സ് അടയ്ക്കാനുള്ള സംവിധാനം. SPCയെയും കോളേജ് വിദ്യാർത്ഥികളെയും സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അനിവാര്യമായിട്ടുള്ള അപേക്ഷ നൽകുന്നത് അവരുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു റവന്യൂ സാക്ഷരതയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ചില ഇടത് നേതാക്കൾ പോലും ഇടനിലക്കാരായി വരുന്നു എന്നുള്ള ആക്ഷേപവും കേൾക്കേണ്ടി വന്നു. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അങ്ങ് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ, മുഖം നോക്കാതെ നടപടിയെടുക്കും. പണ്ട് പോൾ പി മാണി എന്ന് പറഞ്ഞൊരു മന്ത്രി ഭരിച്ചപ്പോൾ അരിക്കലത്തിലേക്ക് നോക്കി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം. അത് ഇപ്പോൾ സപ്ലൈക്കോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. സപ്ലൈക്കോക്ക് അതിവേഗത്തിൽ തിരിച്ചു വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക് ആകെ പേടിയുള്ളത് ജനങ്ങളെയും ഈ പാർട്ടിയെയുമാണ്. തിരുത്തേണ്ട വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിലുണ്ട് എന്ന് പാർട്ടിയും മുന്നണിയും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണല്ലോ. എന്താ പ്രശ്നം? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്ന ശേഷം CPIയുടെ പ്രാധാന്യം കുറഞ്ഞോ കൂടിയോ? നിയമസഭയിൽ CPIക്ക് 17ഉം കേരള കോൺഗ്രസ് മാണിക്ക് 5ഉമാണ്. സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ സർവേ വകുപ്പ് മന്ത്രി CPIയുടെ ദേശീയ കൗൺസിൽ അംഗവുമായ ശ്രീ K. രാജനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം മിനിസ്റ്റർ ശ്രീ K. രാജൻ. നമസ്കാരം. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യ നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. അതെ, വലിയ പരിക്കുകളില്ലാതെ ഭരണപക്ഷം രക്ഷപ്പെട്ടോ? പരിക്കുകളല്ല, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കടുത്ത പരാജയത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള പൊതു അഭിപ്രായത്തെ നേരിട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് കേവലം സാങ്കേതികമാണ്. ഗവൺമെൻറ്റിനെ ബാധിക്കുന്നതോ ഗവൺമെൻറ്റിൻ്റെ ജനകീയമായ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ താഴ്ത്തുന്നതോ അല്ല. ജനങ്ങൾ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസ്ഥിതി വെച്ചാണ്. കേരളത്തിൽ ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ തിരുത്തേണ്ടതും ഞങ്ങൾക്ക് കുറവുണ്ടാകേണ്ടതുമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നും പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു വന്നാൽ അത് തിരുത്തിയും ആവശ്യമായ ഭേദഗതികൾ വരുത്തിയും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കരുത്തോടു മുന്നോട്ട് കൊണ്ടുപോയും അത് കൊണ്ടുപോവുക തന്നെ. അതുകൊണ്ട് നിയമസഭയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്ന ഒരനുഭവം ഈ തെരഞ്ഞെടുപ്പിനുണ്ടായില്ല. സ്വാഭാവികമായിട്ടും ക്രിയേറ്റീവ് ആവണം പാർലമെൻ്ററി സെഷൻ എന്ന അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവായിട്ടുള്ളത്. പക്ഷേ ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം വളരെ ഒരു അഗ്രസീവായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല. കാരണം വളരെ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളുമായി കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് ലോക കേരള സഭ നടന്നത്. ആ ലോക കേരള സഭയെ പോലെ ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ച പ്രവാസികളുടെ മുമ്പിൽ പ്രതിഷേധത്തിൻ്റെയോ ബഹിഷ്കരണത്തിൻ്റെയോ ഒരു ഭാഷയായിരുന്നില്ല പ്രതിപക്ഷം കാണിക്കേണ്ടി. പ്രതിപക്ഷം അതിനെ എതിർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ പോലും കുടിശ്ശികയായിട്ട് കിടക്കുന്ന അവസരത്തിൽ ഇത്രയും വലിയ സാമ്പത്തിക ധൂർത്ത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അവരുടെ ഒരു ആരോപണം. ആരോപണത്തിൽ തന്നെ നിന്നുകൊണ്ട് വർത്തമാനം പറയാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് എന്ന ചോദ്യത്തിന് ജനങ്ങളുടെ മുമ്പിൽ കൃത്യതയോടെ മറുപടി പറയേണ്ടതുണ്ട് പ്രതിപക്ഷം.
പ്രതിപക്ഷം ഭരണപക്ഷത്തെ എതിർക്കുന്ന പക്ഷമാണെന്നങ്ങ് കരുതി വെച്ചിട്ട് കാര്യമില്ല. കാരണം കേരളത്തെ രാഷ്ട്രീയത്തിനതീതമായി കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയുണ്ട്. സാധാരണ നിലയിൽ 2024 ഫെബ്രുവരി 8 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ MP-മാരും MLA-മാരും, കേരളത്തിൽ മാത്രമല്ല കൂട്ടിയോജിക്കാവുന്ന സ്ഥലങ്ങളിലെ മുഴുവൻ ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിച്ചുകൊണ്ടുള്ളൊരു ജനകീയ മുന്നേറ്റത്തിനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന 3 പേരിൽ ഒരാളാണ്. സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആലോചിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ഇങ്ങനെ ഒരു യോജിച്ച സമരത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ആലോചിച്ചു. അവിടെ പ്രതിപക്ഷം ചില വാദമുഖങ്ങൾ ഉന്നയിച്ചു സാമ്പത്തിക കാര്യങ്ങളിൽ. അതിനെല്ലാം കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയോടൊപ്പം ആ യോഗത്തിൽ പങ്കെടുത്ത ധനകാര്യ വകുപ്പ് മന്ത്രി നിരത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം എന്നൊരു അഭിപ്രായം പറഞ്ഞ് പോയ പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവ് പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സമരത്തിന് വിളിച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾ വരിക എന്നാണ്. അപ്പോൾ പെൻഷൻ ഉൾപ്പെടെ കേരളത്തിന് വിതരണം ചെയ്യാവുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ മുടക്കത്തിന് പിന്നിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ടയാണുള്ളത്. ആ അജണ്ട ഇന്ത്യയിൽ ആ ഗവൺമെൻറ് തുടർച്ചയായി നടപ്പിലാക്കാൻ ആവശ്യമായ പിന്തുണ സാങ്കേതികമായെങ്കിലും കിട്ടിയൊരു സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, മലയാളത്തെ ഈ കാണും വിധത്തിൽ പ്രൗഢഗംഭീരമാക്കാൻ എല്ലാ വിധത്തിലുള്ള സഹായവും ചെയ്ത പ്രവാസികളോടല്ല അത്തരത്തിലുള്ളൊരു ബഹിഷ്കരണത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും മാർഗം അവലംബിക്കേണ്ടതെന്നാണ് സർക്കാരിൻ്റെ. താങ്കളുടെ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ ഡിജിറ്റൽ റീസർവേ. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും. കേരളത്തിൽ 1966 ആരംഭിച്ചതാണ് റീസർവേ നടന്നത്. ആദ്യം കോലളവ്, പിന്നെ ചെയിൻ സർവേ, 1996 മുതൽ ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ, ഇപ്പോൾ കണ്ടിന്യൂവസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷൻ എന്ന കോഴ്സിൻ്റെ പിൻബലത്തോടെ ആർട്ടിക്ക റോവറുകളും റഗ്ഡ് ടാബുകളും റോബോട്ടിക് ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു പുതിയ മാർഗ്ഗം. ഞങ്ങളിപ്പോൾ കാണുന്നത് 1966 മുതൽ 2022 വരെ കേരളം ആകെ അളന്നത് 921 വില്ലേജുകളാണ് എല്ലാ വഴികളിലൂടെയും. അതിൽ ഡിജിറ്റലായി അളന്നത് 116ആണ്. ഈ ദീർഘമായൊരു കാലത്തിനിടയിൽ നമ്മളാകെ അളന്നത് 921 വില്ലേജുകളിൽ 116 ഡിജിറ്റലായി അളന്ന വില്ലേജുകൾ മാറ്റി നിർത്തി. നേരത്തെ അളന്നതും ഇനി അളക്കാനിരിക്കുന്നതുമായ 1550 വില്ലേജുകളിലും ഡിജിറ്റലായി കേരളത്തെ അളക്കുക എന്നൊരു വലിയ ശ്രമത്തിനാണ് നമ്മൾ നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അനുഭവം, കേരളത്തിൽ ഈ റീസർവേ ആരംഭിച്ച് ഇത്രകാലം കഴിയുന്നതിനിടയിൽ 27,842 ലക്ഷം 27 ലക്ഷം പാഴ്സലുകളിലായി 4 ലക്ഷം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ ആകെ വിസ്തൃതി 38,000 ലക്ഷമാണ്. അത് ഏതാണ്ട് 38 ലക്ഷം ഹെക്ടർ വിസ്തൃതിയുള്ള കേരളത്തിൽ 12% വനം കഴിച്ചാൽ ബാക്കി 28 ലക്ഷമാണ്. ആ 28 ലക്ഷത്തിൽ ഈ ചെറിയ കാലം കൊണ്ട് 4 ലക്ഷം ഹെക്ടർ അളന്ന് തീർക്കാൻ കഴിഞ്ഞു. ഒരേ സമയം ഒരേ ഫേസിൽ 200 വില്ലേജുകളാണ് അളക്കുന്നത്. 200 വില്ലേജുകൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉപകരണങ്ങളും ആവശ്യമായിട്ടുള്ള സർവേ ജീവനക്കാരും താൽക്കാലികമായി നമ്മൾ നിയമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ 4 വർഷക്കാലത്തിനിടയിൽ ഈ റീസർവേ പൂർത്തിയാക്കാനുള്ള അനുഭവം വെച്ചാണ് ആരംഭിച്ചത്. ആ കാലയളവിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സ്വാഭാവികമായിട്ടും. എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സങ്ങൾ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ തുടക്കത്തിൽ ആളുകൾക്ക് ഇത് സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാകുമോ എന്ന് പേടിയുണ്ടായിരുന്നു. ഈ ഉപകരണങ്ങളുമായി പരിചയപ്പെടേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 200 വില്ലേജുകളിൽ 9-2 പ്രസിദ്ധീകരിച്ചു. അതായത് സർവേ നടപടികൾ പൂർത്തീകരിച്ചു. ഇനി 1 മാസക്കാലം നമ്മൾ പരാതികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പരാതികൾ കൂടിയില്ലെങ്കിൽ റവന്യൂ വകുപ്പിലേക്ക് 13(2) പ്രകാരമുള്ള വിജ്ഞാപനം പുറത്തിറക്കിയാൽ ഇനി റവന്യൂ രേഖയായി. ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മെച്ചം, ഇനി നമുക്ക് കല്ലും വേലിയും കൊണ്ടുള്ള മതിലും വേലികളും ഇല്ലെങ്കിലും നമ്മുടെ ഓരോ പാഴ്സലുകളുടെയും ചുറ്റും ഒരു ഡിജിറ്റലായ എല്ലാ ബെൻഡുകളെയും കോർഡിനേറ്റ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ വാലി വരികയാണ്. അതിനി എത്ര സർവേ കല്ല് ഊരിക്കളഞ്ഞാലും ആ ഡിജിറ്റൽ വേലി കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ റെക്കോർഡുകളിൽ ഏതു പകലും പാതിരാത്രിക്കും എടുക്കാൻ കഴിയുന്ന വിധത്തിൽ സമ്പന്നമായി വരാൻ വേണ്ടി പോകും. ഇപ്പോൾ ജനങ്ങൾക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ഭൂമി പോകുമോ, അതോ ചിലപ്പോൾ ഈ പ്രമാണത്തിൽ കൂടുതൽ വസ്തു ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ റീസർവേ വരുമ്പോൾ അതില്ലാതാകുമോ? ഏറ്റവും ആശങ്കകൾക്ക് എന്താണ് മറുപടി? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദീർഘകാലത്തെ പത്രപ്രവർത്തന പാരമ്പര്യത്തിൽ നിന്ന് അങ്ങ് ചോദിച്ചത്. കാരണം ഇത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഐക്യകേരളം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ടില്ല. അവസാനത്തെ സെറ്റിൽമെൻറ്റ് മലബാറിലായിരുന്നു 1936.
ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലൊരു സെറ്റിൽമെൻറ്റ് ആക്ട് വരണം. അതിൻ്റെ ആദ്യപടിയായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അധിക ഭൂമിയെ റെഗുലറൈസ് ചെയ്യാനുള്ളൊരു നിയമത്തിലേക്ക് ഞങ്ങൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് VS രാജേഷിൻ്റെ പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, രേഖാമൂറും. എന്നാൽ അളന്നെടുക്കുമ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരാളും അവകാശം ഉന്നയിക്കാതെ 14 സെൻറ്റ് സ്ഥലം അങ്ങയുടെ പൊസഷനിൽ ഇരിക്കുന്നു. രേഖ 10 സെൻറ്റിന് മാത്രമേ ഉള്ളൂ. 4 സെൻറ്റ് ഭൂമി അധികമായി കാണുന്നു. ഈ ഭൂമി എവിടെയെങ്കിലും റെഗുലറൈസ് ചെയ്യണ്ടേ? ആരുടെയെങ്കിലും ആകണമെന്ന് ഉറപ്പ് വരുത്തണ്ടേ? അതിന് കേരളത്തിലൊരു സെറ്റിൽമെൻറ്റ് ആവശ്യമാണ്. എല്ലാവരുമായും കൂടി ആലോചിച്ച് അധിക ഭൂമി എങ്ങനെ റെഗുലറൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടന്ന് ഒരു സെലക്ട് കമ്മിറ്റി രൂപീകരിച്ച് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി കൂടി ആലോചിച്ച് ഒരു അധിക ഭൂമി റെഗുലറൈസ് ചെയ്യാനുള്ളൊരു പുതിയ നിയമനിർമ്മാണത്തിലേക്കും അത് പിന്നീട് ഒരു സെറ്റിൽമെൻറ്റിലേക്കും പോകുന്നതോടുകൂടി കേരളത്തിന് വളരെ ശ്രമകരമായ വിധത്തിൽ കൺക്ലൂസീവായ ഒരു ടൈറ്റിൽ എന്ന ആശയത്തിലേക്ക് കേരളം പോവുകയാണ്. കേരളത്തിൻ്റെ ദീർഘകാലത്തെ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ കൺക്ലൂസീവായ ഒരു ആക്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിലൊരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ വരാൻ പോകുന്നു. ഇപ്പോൾ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഓൺലൈൻ പോർട്ടലായിട്ടുള്ള പേളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമെങ്കിലും ഈ ഭൂമി പോക്കുവരവിന് തുല്യമാണോ എന്ന് അറിയാൻ കഴിയില്ല. അത് രജിസ്റ്റർ ചെയ്ത ആധാരം വീണ്ടും കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ കൊടുക്കുമ്പോൾ വില്ലേജ് ഓഫീസിലും ഓൺലൈനാണ്. ഓൺലൈൻ റിലീസിലൂടെ അത് നോക്കുമ്പോഴായിരിക്കും പോക്കുവരവ് നടത്താൻ പറ്റാത്ത ഭൂമിയാണ്. ഇനി പോക്കുവരവ് കൂടി നടത്തിയെന്നിരിക്കട്ടെ, ഇതിൻ്റെ ലൊക്കേഷൻ സ്കെച്ചും കാണാൻ പറ്റില്ല. അത് ഈ ആധാരത്തിൽ എഴുതിയത് മാത്രമേ വിശ്വാസമുള്ളൂ. സ്പോട്ടിൽ എന്താണെന്ന് അറിയില്ല. അതിന് സർവേയിൽ പോയി മാപ്പ് എന്ന പോർട്ടൽ കയറുമ്പോഴായിരിക്കും നമ്മൾ വിചാരിച്ച സ്ഥലത്തായിരിക്കില്ല ഇതിൻ്റെ സ്കെച്ചും മാപ്പും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് പൂർത്തിയാകുന്ന വില്ലേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള മാപ്പും കൂടി എൻ്റെ ഭൂമി എന്ന പേരിൽ ഒരു പോർട്ടൽ ഉണ്ടാവുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ പോർട്ടൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും VS രാജേഷ് എന്ന അങ്ങ് പോയി ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതിൻ്റെ പോക്കുവരവിന് തുല്യമായ ഭൂമിയാണോ, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്താണോ ഇതിൻ്റെ ലൊക്കേഷൻ സ്കെച്ചും ഇതെല്ലാം കൃത്യമായി അറിഞ്ഞ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തട്ടിപ്പ് നടത്താൻ അവസരമുണ്ടാകാത്ത വിധത്തിൽ ഗുണഭോക്താവായ ഭൂ ഉടമയെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കും. ഈ ഒരു അവസ്ഥ എത്ര കാലം വേണ്ടി വരും? എനിക്ക് ഇപ്പോൾ നമ്മൾ 9-2 പ്രസിദ്ധീകരിച്ചത് 200 വില്ലേജുകളിൽ പൂർത്തീകരിച്ചു. ഒരു മാസം കൂടി കഴിഞ്ഞാൽ റവന്യൂ വകുപ്പിൻ്റെ 13-200 വില്ലേജുകളിൽ പ്രസിദ്ധീകരിക്കും. 2024 തന്നെ 200 വില്ലേജുകളിലും ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വരും. അങ്ങനെ വരുമ്പോൾ ഓരോ ഫേസിലും കഴിയും മുറയ്ക്ക് ആ വില്ലേജുകൾ ഇൻ്റഗ്രേറ്റഡ് പോർട്ടലായി പ്രഖ്യാപിക്കുകയാണ്. സെറ്റിൽമെൻറ്റ് ആക്ട് വരാനുള്ള ചെറിയ കാലതാമസം എടുക്കും. അങ്ങനെ വരുമ്പോൾ നിലവിൽ ആധാരപ്രകാരമുള്ള ഭൂമിക്ക് ഇപ്പോൾ നികുതി അടയ്ക്കും. ബാക്കിയുള്ള ഭൂമി ഈ പറയപ്പെടുന്ന സെറ്റിൽമെൻറ്റ് ആക്ട് വരുന്നതോടുകൂടി അവരുടെ ഭാഗമാക്കും. അർഹതയുണ്ടെങ്കിൽ ആ വിധത്തിൽ അത് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സ്വപ്നമാണ് ഒരു കൺക്ലൂസീവ് ടൈറ്റിൽ. യഥാർത്ഥത്തിൽ ഒരു 2ാം ഭൂപരിഷ്കരണം പോലെ, അഥവാ സർവേ രംഗത്ത് ഭൂപരിഷ്കരണത്തിന് തുല്യമായ ഒരു ശ്രമത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പോൾ തന്നെ ആസാം കേരളത്തെ അന്വേഷിച്ചു വന്നു, പോണ്ടിച്ചേരി കേരളത്തെ അന്വേഷിച്ചു വന്നു, തമിഴ്നാട് കേരളത്തെ അന്വേഷിച്ചു വന്നു, ആന്ധ്രാപ്രദേശ് കേരളത്തെ അന്വേഷിച്ചു വന്നു. സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിനൊരു പ്രത്യേക അഭ്യർത്ഥനയുമായി കത്ത് നൽകി ആസാമിലേക്ക് നമ്മുടെ ടെക്നോളജിയെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള സഹായം ചെയ്യണം. അപ്പോൾ ഇത് ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കേരളം എല്ലാവരെയും ഭൂമിയുടെ ഉടമകളാക്കാൻ ശ്രമിച്ചതുപോലെ എല്ലാ ഭൂമിക്കും രേഖയുണ്ടാക്കി കൊടുക്കുക എന്നൊരു ചരിത്ര സംഭവം. സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഇനിയും നിശ്ചയിക്കേണ്ട വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ആയിരിക്കും. പൈസ നിശ്ചിത തുക അടച്ച് സ്വന്തമാക്കാവുന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. തുക അടയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. റെഗുലറൈസ് ചെയ്യുക, മാനദണ്ഡങ്ങൾ പിന്നീട് തീരുമാനിക്കുക. അത് തുകയടപ്പിച്ച് ഏതാണ്ട് തരം മാറ്റം പോലെ ഒരു പ്രക്രിയ ആക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് ന്യായമാണെങ്കിൽ റെഗുലറൈസ് ചെയ്യാം, പക്ഷെ അതിനൊരു മിനിമം ശതമാനം ഉണ്ടാകണം, ഒരു ധാരണ ഉണ്ടാകണം. നമുക്ക് ഫീൽഡിലോട്ട് പോയാൽ മനസ്സിലാക്കും. അതിന് ചട്ടം രൂപീകരിക്കുമ്പോൾ നമുക്കത് നിർണ്ണയിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റവന്യൂ ഓഫീസുകളിൽ ഇപ്പം ജനം കൂടുതലായിട്ട് കയറി ഇറങ്ങുന്നത് വസ്തു തരം മാറ്റത്തിന് വേണ്ടിയാണ്. അതിൻ്റെ അപേക്ഷകൾ കുന്നുകൂടുന്നു എന്നുള്ള ആക്ഷേപങ്ങളും കേൾക്കുന്നുണ്ട്. എന്ത് പറയുന്നു? വസ്തു തരംമാറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെൽവയൽ തടിയർത്തട നിയമത്തിൻ്റെ 2008 തീരുമാനമനുസരിച്ച് ഇനി നെൽവയലുകൾ നികത്തപ്പെടരുതെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചാണ്. പക്ഷേ അതിൻ്റെ ഡാറ്റാ ബാങ്ക്, അതിൻ്റെ രേഖകൾ, അതിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ 2017-18 കാലയളവിലാണ് നമുക്ക് നിലം എന്നുള്ളത് പുരയിടമായി കിടക്കുന്ന ഭൂമി നിലമെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത്
ഫോം നമ്പർ 6-ലൂടെയും 27A-യിലൂടെയും പരിവർത്തനം ചെയ്യാനുള്ള അവസരം. ഡാറ്റാ ബാങ്കിൽ തെറ്റായി കിടക്കുന്നത് ഫോം നമ്പർ 5-ലൂടെ ഡാറ്റാ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ലക്ഷ്യം. യഥാർത്ഥത്തിൽ 3.5 ലക്ഷത്തോളം അപേക്ഷകൾ ഓഫ്ലൈനായി നേരത്തെ ലഭ്യമായി. അത് 2021 ജനുവരി 30 ഏതാണ്ട് പൂർണ്ണമായും പൂർത്തീകരിച്ചു. കുറച്ച് മാത്രമേ പൂർത്തീകരിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും പൂർത്തീകരിച്ചു. ഒരു 3600 ഒഴിച്ചാൽ ബാക്കി ഓഫ്ലൈനായി ലഭ്യമായ എല്ലാം പൂർത്തിയായി. 2021 ഫെബ്രുവരി 1 മുതൽ ഓൺലൈനാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഓൺലൈനാക്കുമ്പോൾ ആളുകളുടെ എണ്ണം കുറയുന്നതാണ്. പക്ഷെ കൂടി. നേരത്തെ വില്ലേജ് ഓഫീസുകളിലോ RD ഓഫീസുകളിലോ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ പകൽ 10 തൊട്ട് 5 വരെയാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ ഇപ്പോൾ പാതിരാത്രി അപേക്ഷ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഒരു ഏകദേശം 500 അപേക്ഷകൾ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിത് നോക്കി. ഇപ്പോൾ 2,75,000 അപേക്ഷകൾ ബാക്കിയുണ്ട്. ഫോം നമ്പർ 5-ഉം ഫോം നമ്പർ 6-ഉമായി. 5-ൽ യഥാർത്ഥത്തിൽ കൃഷി ഓഫീസറാണ് പറയേണ്ടത്. അതനുസരിച്ച് അപ്രൂവ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ഫോം നമ്പർ 6-ഉം 5-ഉമായി അത്രയേറെ അപേക്ഷകളുണ്ട്. 27 RD ഓഫീസുകളിലാണ് ആകെ നിയമം അനുസരിച്ച് ഇത് ചെയ്യാൻ കഴിയുക. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ തന്നെ അവതരിപ്പിച്ച ഭേദഗതി ബില്ലിലൂടെ 27 RDO ഓഫീസർ അഥവാ സബ് കളക്ടർ എന്നുള്ളത് മാറ്റി എല്ലാ താലൂക്കിലും ചുമതലക്കാരനായ ഈ നിയമത്തിന് RDO എന്ന പദം ഉപയോഗിക്കാൻ ഈ നിയമത്തിലേക്ക് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറിൽ താഴെയല്ലാത്തൊരു ഉദ്യോഗസ്ഥനാകാം. ഉണ്ടായൊരു പ്രയാസം, നിർഭാഗ്യവശാൽ ഉണ്ടായൊരു പ്രയാസം തുറന്നു പറയട്ടെ. മെയ് 26-ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ ബഹുമാനപ്പെട്ട ഗവർണറുടെ രാജ്ഭവനിൽ ഏതാണ്ട് 7-8 മാസക്കാലം കോൾഡ് സ്റ്റോറേജിൽ അതെടുത്തു. അതിന് പിറ്റേ ദിവസം അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിതി? 27 RDOമാർ ഒപ്പിട്ട് 2,75,000 അപേക്ഷ 27 RDOമാർ ഒപ്പിട്ടിട്ട് ഏത് കാലത്ത് തീരാനാണ്? ഇപ്പോൾ 27 RDOമാരോ സബ് കളക്ടർമാരോ മാത്രം ഒപ്പിട്ടിരുന്ന നെൽവയൽ തരം മാറ്റം 71 ഉദ്യോഗസ്ഥന്മാരിലേക്ക് മാറിയുള്ള പ്രവർത്തനങ്ങൾ ജൂലൈ 1-ന് ആരംഭിച്ചു. ഇനിയുണ്ടായിരുന്നൊരു പ്രശ്നം, താൽക്കാലിക ജീവനക്കാരെ കൊടുത്താൽ ഫെയർ വാല്യൂ, മൂല്യനിർണ്ണയം, ഇതിലൊക്കെ എന്തെങ്കിലും അപാകത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈബിലിറ്റി ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ഥിരം ജീവനക്കാരുണ്ടാകില്ല. ഈ പ്രശ്നം വന്നപ്പോൾ 68 ജൂനിയർ സൂപ്രണ്ടുമാരെ സ്ഥാനക്കയറ്റം നൽകിയും 181 ക്ലർക്കുമാരെ PSC-യിലൂടെ പുതിയെടുത്തും നമ്മൾ 242 പേരെ പുതിയതായി നിശ്ചയിച്ചു. അവരെ ഇപ്പോൾ വിന്യസിച്ച് കഴിഞ്ഞു. വില്ലേജുകളിൽ 220 വാഹനങ്ങൾ എടുക്കാൻ പ്രത്യേക ഓർഡർ നൽകി. എൻ്റെ ഒരു പ്രതീക്ഷ 1 വർഷക്കാലത്തിനുള്ളിൽ, 1 വർഷം വേണ്ടി വരില്ല, അതിനുള്ളിൽ തരം മാറ്റത്തിൻ്റെ അദാലത്തുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ ഓൺ റോഡാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അതൊരു സങ്കീർണമായ വിഷയമാണല്ലോ. പലർക്കും ഈ വസ്തു ഇപ്പം നിലത്തിൽ കിടക്കുന്നത് കാരണം വിൽക്കാനും അങ്ങനെയുള്ള തടസ്സങ്ങളുണ്ട്. പലരുടെയും ജീവിതത്തിൻ്റെ വലിയൊരു ജീവനോപാധി തന്നെ ആയിരിക്കും ചില ഒരു വസ്തു. അത് വിൽക്കാൻ ക്രയവിക്രയം ചെയ്യാനും പറ്റാതെ വരുന്നു. അതൊരു വലിയ വിഷയമല്ലേ? കുറെ കൂടെ അടിസ്ഥാനത്തിൽ ഇതൊരു സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അതിനെ ലഘൂകരിച്ച്, ഞാൻ പറഞ്ഞത് ഇത്രയേറെ അപേക്ഷകൾ ഒരുമിച്ച് വരികയാണ്. അതിലൊരു കാരണം റവന്യൂ വകുപ്പിലെ ഡിജിറ്റലൈസേഷനാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം മൊബൈലിലൂടെ ഭൂമിയുടെ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് രംഗപ്രവേശനം ചെയ്തു. ഈ 100 ദിവസത്തോടു കൂടി ഞാൻ കേരളകൗമുദി ലോകം മുഴുവൻ കാണുകയാണെന്നുള്ളത് കൊണ്ട് കേരളകൗമുദിയിലെ ചാനലിലൂടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഈ 100 ദിനം 3-ാം വാർഷികത്തിൻ്റെ 100 ദിന പരിപാടികളോടനുബന്ധിച്ച് ലോകത്തിലെ 10 രാജ്യങ്ങളിൽ, അമേരിക്കയും UK-യും UAE-യും സൗദിയും ഉൾപ്പെടെ കാനഡയും ഉൾപ്പെടെ ലോകത്തെ 10 രാജ്യങ്ങളിലെ മലയാളികൾക്കും അവിടെ ഇരുന്ന് അവരുടെ മൊബൈലിലൂടെ കേരളത്തിലെ തൻ്റെ ഭൂമിയുടെ ടാക്സ് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെ അടച്ചു വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാറിക്കിടക്കുന്നത് കാണാൻ ഇടയാകും. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിന് അപേക്ഷ കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. എന്തായാലും വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ തന്നെ എല്ലാ മാസവും റിവ്യൂ ചെയ്യുന്നൊരു പ്രോജക്റ്റാക്കി മാറ്റി കുറഞ്ഞ കാലം കൊണ്ട് ഓൺ റോഡായി ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കി ഇത് മാറ്റും. അധികകാലം ഇനി വേണ്ടി വരില്ല. 71 പുതിയ ഉദ്യോഗസ്ഥന്മാരിലേക്ക് കടക്കുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ വേഗത വർദ്ധിച്ചു. ഇപ്പോൾ ഈ ഓൺലൈൻ ആക്കുന്നതും അല്ല ഈ സാക്ഷരതയെല്ലാം വളരെ നല്ല കാര്യമാണ്, പേപ്പർലെസ് എന്നൊക്കെ പറയും. പക്ഷേ സാധാരണ ജനങ്ങൾ വില്ലേജ് ഓഫീസിലും അല്ലെങ്കിൽ മറ്റ് RDO ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ അപേക്ഷ കൊടുക്കുന്ന കാര്യങ്ങളിലെല്ലാം അത്രമാത്രം സാക്ഷരരല്ലാത്ത സാധാരണക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്കിപ്പോൾ അക്ഷയ സെൻറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊരു ഹെൽപ്പ് ഡെസ്കോ അല്ലെങ്കിൽ അങ്ങനെ ഇത് കുറച്ചുകൂടി അല്ലെങ്കിൽ കുറച്ച് അപേക്ഷകൾ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് അങ്ങനെ ഒരു സാഹചര്യം വേണ്ടേ? കാരണം ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ തന്നെയും പലരും പറയുന്നുണ്ട് ഒരിടത്ത് അപേക്ഷ കൊടുത്ത് ഇത് ഓൺലൈൻ വഴി കറങ്ങി ഈ ഒരു പാവപ്പെട്ട ഒരാൾ അയാളുടെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ വല്ലാതെ വലയുന്ന കാര്യമുണ്ട്. രാജേഷേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം,
നമുക്ക് പുതിയൊരു ടെക്നോളജിയിലേക്ക് കിടക്കുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടെങ്കിലും അത് മറികടക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നിലവിൽ തരം മാറ്റം ഞങ്ങൾ ഓൺലൈനിലേക്ക് ആക്കാനുള്ള കാരണം സാധാരണ നിലയിൽ ജീവനക്കാർക്കിടയിൽ അഴിമതി വർദ്ധിക്കാതിരിക്കാനാണ്. മുൻഗണന മറികടന്നുകൊണ്ട് നടക്കുന്നു എന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് ഫോർട്ട് കൊച്ചിയിലെ 24 ജീവനക്കാരെ ഒരേ സമയം മാറ്റേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്. കേരള കൗമുദി ഒന്നാമത്തെ പേജിൽ കൊടുത്തൊരു വാർത്തയായിരുന്നു 24 പേരെ ഒരേ സമയം മാറ്റുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പോൾ കൊടുക്കുന്ന അപേക്ഷകൾ ഏതെങ്കിലും വിധത്തിലുള്ള മുൻഗണനകൾ പല താല്പര്യങ്ങളുടെ പുറത്ത് നിശ്ചയിക്കുന്ന ഘട്ടമുണ്ടായപ്പോഴാണ് ഓൺലൈനിലൂടെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന് ഓർഡർ ആക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും ചെറിയ ചില പ്രയാസങ്ങൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് അക്ഷയയിൽ പോകേണ്ടി വരുന്നു, പണം കൊടുക്കേണ്ടി വരുന്നു എന്നൊക്കെ പ്രശ്നമുണ്ട്. ഞങ്ങളിപ്പോൾ കരുതുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെയും SPCയെയും കോളേജ് വിദ്യാർത്ഥികളെയും സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അനിവാര്യമായിട്ടുള്ള അപേക്ഷ നൽകുന്നത് അവരുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു റവന്യൂ സാക്ഷരതയ്ക്ക് നേതൃത്വം നൽകുകയാണ്. അതൊരു ക്യാമ്പയിനായി ഇനി വരുന്ന ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. കേരളം സാക്ഷരത നടത്തിയതുപോലെ റവന്യൂ സാക്ഷരത എന്ന പേരിൽ അവരവരുടെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും, ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, ഒരു ജാതി സർട്ടിഫിക്കറ്റ്, ഒരു തണ്ടപ്പേര്, പോക്കുവരവ്, ഇങ്ങനെ തുടങ്ങി ഏറ്റവും അടിസ്ഥാനപരമായി റവന്യൂ ഓഫീസുകളെ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ, ഏത് അപ്ലിക്കേഷനാണ്, ഏതാണ്, കുറച്ച് അപേക്ഷകൾ തന്നെ കുറച്ചുകൂടി യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് വരാനുണ്ട്. അതിൻ്റെ പരിശ്രമത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയം വളരെ ഗൗരവമാണ്, ആ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കുക. ഈ വില്ലേജ് ഓഫീസർമാരുടെ ജോലി ഭാരം, അപ്പോൾ അവർ ഓഫീസിൽ ഇരിക്കാൻ സമയം കാണുന്നതിന് വസ്തു നോക്കാൻ പോകണം, അങ്ങനെയുള്ള വളരെ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് വാഹനം വാങ്ങിച്ചു കൊടുക്കുമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും തീരുമാനമുണ്ടായി? അത് ഇത്രയും ജോലി ഭാരം കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവരുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിൻ്റെ ഒരു പരിശ്രമമാണ് ഓൺലൈൻ. അത് നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓൺലൈനായി അപേക്ഷകൾ വരുന്നതോടുകൂടി എല്ലാത്തിനും കുത്തിക്കുറയ്ക്കുക എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നില്ല, തയ്യാറാക്കി അടയ്ക്കുക എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നില്ല. പണമടയ്ക്കൽ തന്നെ ഓൺലൈനായി മാറിയതുകൊണ്ട് ക്യാഷിൽ തുടർച്ചയായി റെസീറ്റ് എഴുതുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ 3ാമത്തെ വെള്ളിയാഴ്ചയും 3 മണിക്ക് അതത് വില്ലേജ് ഓഫീസുകളിൽ ചേരുന്ന MLAയുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ചേരുന്ന വില്ലേജ് തല ജനകീയ സമിതികൾ കൂടിയായി. രാജേഷേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വാഹനം വളരെ അനിവാര്യമായ കാര്യമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ സർക്കാരിനെ അലട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നെൽവയൽ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട് 3 വില്ലേജുകൾക്ക് ഒരു വാഹനം എന്ന നിലയിൽ 220 വാഹനങ്ങൾ 100ൽ കൂടുതൽ അപേക്ഷകളുള്ള വില്ലേജുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വല്ലാതെ മോശമാവാത്ത ഭാവിയിൽ വില്ലേജ് ഓഫീസിലേക്ക് വലിയ ഭാരം വരുത്താത്ത വിധത്തിലൊരു വാഹനം എന്ന ആശയം കൂടി റവന്യൂ വകുപ്പ് തുടർച്ചയായിട്ട് കൊണ്ടുപോകും. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് താങ്കൾ. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്, താങ്കൾ അഴിമതിക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മന്ത്രിയുമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന സംസ്ഥാനത്തെ റവന്യൂ ഓഫീസുകളിലാണ്. അതായത് ഇപ്പോൾ ഓരോ ദിവസത്തെ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തഹസീൽദാർ കൈക്കൂലി വാങ്ങി, അല്ലെ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങി, വില്ലേജ് അസിസ്റ്റൻറ്റ് കൈക്കൂലി വാങ്ങിയ പണം മുഴുവൻ സൂക്ഷിച്ചു വെച്ച് 10-40 ലക്ഷമായിട്ടുള്ള ഒരാളെ പോലീസ് പിടികൂടിയ സംഭവം. ഇത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത്രയേറെ കൂടുതൽ ജോലിഭാരവും കൂടുതൽ സ്റ്റാഫുമുള്ള ഒരു വകുപ്പ്, നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ പോകുന്നൊരു വകുപ്പ് ഈ വിധത്തിൽ ചെറിയ ചില നമ്പർ ആളുകളുടെ പേരിൽ അപമാനിക്കപ്പെടുന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇതിനെ തുടർന്ന് നമുക്ക് തുടർച്ചയായി മോണിറ്ററിംഗ് നടത്താവുന്ന അഴിമതിക്കെതിരായിട്ടുള്ള സംഭവങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടാരക്കര താലൂക്കിലെ തഹസിൽദാർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വേറെ ആരും പിടിച്ചതല്ല. എനിക്ക് തന്നെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ സെക്രട്ടേറിയറ്റിൽ പുതിയതായി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇൻസ്പെക്ഷൻ ടീമിനെ വിട്ട് നമ്മൾ ആ കാര്യത്തിൽ ഇടപെട്ടതാണ്. വിജിലൻസിനോട് നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തതും അക്കാര്യത്തിൽ യോഗം നടത്തി അവരെ ആ കാര്യത്തിലേക്ക് വിട്ടതും റവന്യൂ വകുപ്പാണ്. അപ്പോൾ ഇപ്പോൾ LSTDയും ഇതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും ജനങ്ങളുമായി ഏറ്റവും ക്ലോസ് ആയ ചില വകുപ്പുകൾ എന്ന വിധത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെതിരായിട്ടുള്ള കടുത്ത യുദ്ധം തന്നെ ഒരു ജീവിത സമരമായി റവന്യൂ ജീവനക്കാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ സഭയിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ ഈ 100 ദിനത്തിൻ്റെ ഭാഗമായി മന്ത്രി തന്നെ നേരിട്ടൊരു പോർട്ടൽ ആരംഭിക്കുകയാണ്. ഏതാൾക്കും കേരളത്തിൻ്റെ എവിടെ നിന്നും അവരുടെ അനുഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അഴിമതിക്ക് പണം ചോദിച്ചാൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അയച്ചു തന്നാൽ മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കും. ഒരു കാരണവശാലും അത് പറഞ്ഞയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത വിധം അതിനകത്ത് നടപടിയെടുക്കും. ചില നടപടികൾ അങ്ങനെ വന്നാൽ
കുറച്ചുകൂടി ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഈ ഏതെങ്കിലും വിധത്തിലുള്ള അഴിമതിയിൽ പിടിക്കപ്പെടുന്നവർ പിന്നീട് വേണ്ടത്ര ശിക്ഷ കിട്ടാതെയോ ദീർഘമായൊരു കാലത്ത് വിസ്താരങ്ങൾക്ക് വിധേയമായോ അവസാനം സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട കാലത്തെ ശമ്പളത്തോടു കൂടി തിരിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതിന് മാറ്റം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ ആ കാര്യം ആലോചിച്ചിട്ടുണ്ട്. മന്ത്രിമാർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വിചാരണകളും ഇത്തരം സംഭവങ്ങളും വേഗത്തിൽ നടത്താനും ഇങ്ങനെ ഉള്ളവർക്കെതിരെയുള്ള നടപടികൾ KSRൽ തന്നെ ആവശ്യമെങ്കിൽ ഭേദഗതി വരുത്തി കൂടുതൽ കടുപ്പത്തിലുള്ളതാക്കാനും, ഒരു തവണ ഇത്തരമൊരു പരിപാടിയിലേക്ക് കടന്നാൽ പിന്നെ സർക്കാരിൻ്റെ ശമ്പളം കൊണ്ട് ജീവിതം പോറ്റാനാകില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും വിധം സർവീസ് സംഘടനകളുമായിട്ട് ആലോചിക്കും. സർവീസ് സംഘടനകളുടെ നേതാക്കൾ ആരും ഇതിനെതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു കടുത്ത നടപടി എടുക്കുന്നതിനെതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെല്ലാം അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട ആളുകളാണ്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ സമരത്തിൽ റവന്യൂ വകുപ്പാണെങ്കിലും തദ്ദേശ വകുപ്പാണെങ്കിലും ഇതിലെല്ലാം നിർണായക സ്വാധീനമുള്ള സംഘടനകൾ ഇടത് സംഘടനകൾ തന്നെയാണ്. പക്ഷേ ചിലയിടത്തെങ്കിലും ഒറ്റപ്പെട്ടതായിരിക്കാം, ചില ഇടത് നേതാക്കൾ പോലും ഇടനിലക്കാരായി വരുന്നു എന്നുള്ള ആക്ഷേപവും കേൾക്കേണ്ടി വന്നു. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അങ്ങ് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ, മുഖം നോക്കാതെ നടപടിയെടുക്കും. കാരണം ഇക്കാര്യത്തിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അതിന് നേതൃത്വം നൽകിയാൽ അത് കൂടുതൽ അപകടകരമാണ്. സാധാരണ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപകടകരമാണ്. അതൊന്നും ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല. സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇടയിലുണ്ടാകുന്ന ഇത്തരം ദുഷ്മേധസ്സുകൾ സംഘടനകളിൽ ചിലപ്പോൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ അതിനെ കൃത്യതയോടുകൂടി തിരിച്ചറിഞ്ഞൊറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നടത്തുന്നൊരു കാര്യം. ഈ അവസാനത്തെ 2 വർഷം പ്രധാനമായും ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ അഴിമതിക്കെതിരായിട്ട്. അഴിമതിക്കാരെ എന്തായാലും കർശനമായി നേരിടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാധാരണ നിലയിൽ ഒരു നടപടി എടുക്കുക, കുറച്ചു കാലം പുറത്ത് നിൽക്കുക, വീണ്ടും തിരിച്ചു വന്നിട്ട് എല്ലാ ആനുകൂല്യങ്ങളോടെയും തുടരാൻ അനുവദിക്കുക, ഇതേ ആയിരിക്കില്ല തുടർന്ന്. അതിനാവശ്യമെങ്കിൽ കേരള സർവീസ് റൂൾസിൽ ഭേദഗതി വരുത്തണം എന്ന അഭിപ്രായം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഗൗരവമായി പരിഗണിക്കുകയും ചെയ്യുകയാണ് ഗവൺമെൻറ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വില്ലേജ് ഓഫീസർമാർക്ക് വാഹനം മേടിക്കുന്നതിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ. അതിനെക്കാട്ടി പ്രധാനമായിരുന്നു ഭക്ഷ്യവകുപ്പിൽ ഇപ്പോൾ സപ്ലൈകോയിലടക്കം സാധനങ്ങളില്ല, ഭക്ഷ്യവകുപ്പിന് കൊടുക്കേണ്ട പൈസ കൊടുക്കുന്നില്ല. CPIയുടെ വകുപ്പുകളിൽ ആവശ്യത്തിനുള്ള ധനസഹായം, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ, ഈ ധനസഹായം അല്ലെ അർഹിക്കുന്ന വിഹിതം ചോദിച്ച് വാങ്ങിക്കുന്നതിൽ CPI മന്ത്രിമാർ അത്ര ഒരു ദൃഢമായ നിലപാടെടുക്കുന്നില്ല എന്നൊരു വിമർശനമില്ലേ? ഞങ്ങൾക്ക് അറിയുന്നവർക്കതില്ല. സ്വാഭാവികമായിട്ടും പുറത്ത് കാണുന്നവർക്ക് തോന്നാം. ഓരോരുത്തരും കുരുടൻ ആനയെ കണ്ട പോലെ എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരും കാണുന്ന ഭാഗങ്ങളാണ്. എല്ലാ വിഭാഗ ആളുകളും പ്രശ്നത്തിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതവുമായി ബന്ധപ്പെട്ടുണ്ടായ വെട്ടിക്കുറയ്ക്കൽ അവർ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഇത്തരം പ്രശ്നങ്ങളിൽ വേണ്ടത്ര പണം ചെലവഴിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങ് പറഞ്ഞതിൽ തിരിച്ചെനിക്ക് പറയാനുള്ളൊരു കാര്യം, മന്ത്രി എന്ന നിലയിലല്ല, CPIയുടെ നേതാവ് എന്ന നിലയിൽ കൂടി പറയാനുള്ള കാര്യം, സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ് നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ മുൻഗണനകളിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം സഭയിൽ വെച്ച കാര്യം അങ്ങ് ശ്രദ്ധിച്ചു കാണും. തീർച്ചയായിട്ടും പെൻഷൻ അടിസ്ഥാനപരമായ മുഖ്യമന്ത്രിയാണ് നടത്തിയത്. അതെ, തീർച്ചയായിട്ടും പൊതുവിഷയങ്ങൾ അതിലുണ്ടായിരുന്നു, ധനകാര്യ വകുപ്പിൻ്റെത് മാത്രമല്ല. എൻ്റെ ചോദ്യം CPI മന്ത്രിമാരോട് വിവേചനം ഉണ്ടോന്നാണ്. അങ്ങനെ വിവേചനം പ്രത്യേകിച്ചില്ല. പക്ഷെ മുൻഗണനകൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എടുക്കേണ്ട മുൻഗണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെൻഷനും സിവിൽ സപ്ലൈസിൽ കൊടുക്കേണ്ട പണവും നെല്ല് സംഭരിക്കുന്നതിൽ കർഷകന് കൊടുക്കേണ്ട കാശും. ആ വിധത്തിൽ സ്വാഭാവികമായിട്ടും പദ്ധതികളിൽ ചെലവഴിക്കപ്പെടുന്ന പണം കുറച്ചുകൂടി ശ്രദ്ധയോടെ, വേണമെങ്കിൽ പ്ലാനിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ അതുൾപ്പെടെ നടത്തിക്കൊണ്ട് ഇത്തരം മുൻഗണനകളിൽ കേന്ദ്രീകരിക്കണം. അത് ഏതു പാർട്ടിയുടെ വകുപ്പ് എന്നല്ല, ലക്ഷ്യമേതാണ്? ഏറ്റവും സാധാരണക്കാരൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ്റിന്. അതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അല്ല, ആ സ്വാഭാവികമായിട്ടും പെൻഷനും സിവിൽ സപ്ലൈസിൽ വേണ്ടതുപോലെ സാധനങ്ങൾ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടുമുള്ള ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പണ്ട് പോൾ പി മാണി എന്ന് പറഞ്ഞൊരു മന്ത്രി ഭരിച്ചപ്പോൾ അരിക്കലത്തിലേക്ക് നോക്കി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം. അത് ഇപ്പോൾ സപ്ലൈക്കോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? സപ്ലൈകോക്ക് അതിവേഗത്തിൽ തിരിച്ചു വരും. കാരണം എന്ന് വെച്ചാൽ വളരെ ബോധപൂർവം കേരളത്തെ ഒറ്റപ്പെടുത്താനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണത്തിൽ പെട്ട് കേരളം പുറകോട്ട് പോകില്ല, വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തി മുൻഗണനകളിൽ കുറെ കൂടി കേന്ദ്രീകരിക്കണം എന്ന നിലപാട് പൊതുവായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ നിലപാട് കൂടുതൽ കർശനമായി നടപ്പിലാക്കുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ്. അപ്പോൾ അങ്ങ് CPIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ
ഒരു ആർജവമുള്ള ആൾക്കാർ മന്ത്രിസഭയിൽ CPI പ്രതികരിച്ചില്ല എന്നൊരു വിമർശനവുമുണ്ട്. അത് മന്ത്രിസഭയിലെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. മന്ത്രിസഭയിലെ രഹസ്യം പുറത്തു പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കുകയോ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുഖത്ത് നോക്കുകയോ വ്യവസായ മന്ത്രിയുടെ മുഖത്ത് നോക്കുകയോ കൃഷി വകുപ്പ് മന്ത്രിയുടെ മുഖത്ത് നോക്കുകയോ അങ്ങനെ പ്രശ്നമില്ല. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ്. മുഖ്യമന്ത്രി നേരത്തെയും ഇപ്പോഴും. എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത്? മുഖ്യമന്ത്രി ഞങ്ങളുടെ മുന്നണിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു കോയിലേഷൻ ഗവൺമെന്റിന്റെ ലീഡറാണ്. അദ്ദേഹത്തെ പേടിക്കാനല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. പറയാനുള്ള അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആരുടെ മുമ്പിലും നിർഭയമായി പറയാൻ പഠിച്ചും അത് ചെയ്തും വളർന്നവരാണ് ഞങ്ങൾ. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് പോലും അങ്ങനെ അഭിപ്രായം ഉണ്ടാകില്ല എന്നെ ആരെങ്കിലും പേടിക്കണമെന്ന്. അങ്ങനെ ആരും നിശ്ചയിക്കുന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക് ആകെ പേടിയുള്ളത് ജനങ്ങളെയും ഈ പാർട്ടിയെയുമാണ്. അവരെ പേടിക്കണം. അവർ നിശ്ചയിക്കുന്നത് പോലെ മുന്നോട്ട് പോകണം. അതിൽ വീഴ്ച വന്നാൽ ജനം നമ്മളോട് ചോദിക്കും. ജനങ്ങളോടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. ആ ജനങ്ങളോട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരുടെ. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് താങ്കൾ. CPIയുടെ നേതാവാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം CPIയുടെ നേതൃയോഗം ഇന്നലെ സമാപിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ CPMൻ്റേതടക്കം വരുന്നു. അതിലെല്ലാം ഉയർന്നു കേൾക്കുന്ന വരുന്ന പുറത്തു വരുന്ന വാർത്തകളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിച്ചു. ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിലും അതുണ്ട്. നേതാക്കന്മാർക്ക് ധാർഷ്ട്യമോ അഹങ്കാരം ഉണ്ടെന്നെല്ലാം പറയുന്നു. താങ്കളുടെ എന്ത് പറയുന്നു അതേക്കുറിച്ച്? അല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ പാർട്ടിക്കകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും ആ മുന്നണിയിലെ വിവിധ പാർട്ടികൾക്കകത്തും തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും ചർച്ചകൾ വരും. ആ ചർച്ചകളിലുണ്ടാകുന്ന ഫൈൻഡിങ്സുകൾ ഉണ്ടാകും. ആ ഫൈൻഡിങ്സ് ആദ്യഘട്ടത്തിൽ പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി ആ കാര്യം പറയും. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നുമേ ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഉണ്ടാകുന്ന വാർത്തകളിൽ ആവശ്യമായത് ലേഖകന്മാരെടുക്കുകയും ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുകയും എന്നിട്ട് പിന്നെ കുറച്ചുകൂടി ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും കുറച്ച് കയ്യിന്നും കൂടി ഇട്ട് അതിനെ ഒന്ന് കൊഴിപ്പിക്കുകയും ദിനപത്രങ്ങൾക്ക് രാവിലെ ആവശ്യമായ സദ്യ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പാനുള്ള ഉത്തരവാദിത്വം നിറപ്പകിട്ടാർന്ന വിധത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ തർക്കമില്ല. പക്ഷേ ഇതിലെ പ്രശ്നം പാർട്ടികൾ ശരിയായ വിലയിരുത്തലെത്തണം. അല്ല, തിരുത്തൽ വേണമെന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ലക്കത്തിൽ വിനോയ് വിശ്വം പറഞ്ഞു. പാർട്ടി തിരുത്തൽ വേണം, ഞങ്ങളുടെ ഭരണത്തിൽ തിരുത്തൽ വേണം. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം നടത്തേണ്ട നടപടികളെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പറയും. പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് പാർട്ടിയുടെ അഭിപ്രായം. തിരുത്തേണ്ടത് തിരുത്തിയേ മുന്നോട്ട് പോകാനാകൂ. അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഈ ഗവൺമെന്റിലുള്ളത് ആകെ തിരുത്തണം എന്നല്ല. തിരുത്തേണ്ട വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിലുണ്ട് എന്ന് പാർട്ടിയും മുന്നണിയും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അല്ല, ഞാനങ്ങനെ ഏതെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയമാണ് എന്ന് പറയാൻ ആളല്ല. കാരണം അങ്ങനെയല്ല ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ പറയപ്പെടുന്ന എല്ലാ വസ്തുതകളും കൂട്ടിവെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെ കാണുന്നത്. ഒരു പരാജയം ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തുകയും വിജയത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ളൊരു രാഷ്ട്രീയ നയമായിരിക്കില്ല. എത്ര തവണ തോറ്റതാ? 2019 ഇതേ നമ്പർ സീറ്റ് തന്നെയാണ് കേരളത്തിൽ കിട്ടിയത്. അതിഭീകരമായ വികാരം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആ വികാരങ്ങൾ സ്ഥായിയായി നിന്നില്ലല്ലോ. 92 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 99 സീറ്റോടെ തിരിച്ചു വന്നു. അന്നും ഞങ്ങളെ തിരുത്താൻ അന്നത്തെ ജനങ്ങളും പാർട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് തിരുത്തി കൂടുതൽ വീര്യത്തോടെ മുന്നോട്ട് പോയി. അതിനുള്ള റിസൾട്ട് ഉണ്ടായി. ഈ ഗവൺമെൻറ് വരുമ്പോൾ എങ്ങനെയും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തെ ഇല്ലാതാക്കാൻ എല്ലാ ശക്തികളും ഒരുമിച്ച് ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എന്നൊരു നാടിന് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ട്, അതിൻ്റെ ചട്ടക്കൂടുണ്ട്, അതിൻ്റെ ഒരു ഫെഡറൽ സംവിധാനത്തെ പോലും മാനിക്കാത്ത ഒരു ഗവൺമെൻറ്റിനെതിരായി. അല്ല, എല്ലാം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി എന്നുള്ള രീതിയിൽ പോലും വിമർശനം CPI നേതൃയോഗത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങളങ്ങനെ ഒരു ഫൈൻഡിങ്സിലെത്തിയിട്ടില്ല. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിൽ CPIയുടെ ആണെങ്കിലും CPMൻ്റെ ആണെങ്കിലും മറ്റേത് പാർട്ടികളുടെ ആണെങ്കിലും ആ ഒരു കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങളെല്ലാം ആവശ്യമായ സമയമെടുത്ത് കേട്ട് ഇപ്പോൾ 2 ദിവസം പൂർണ്ണമായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, അതിനു മുമ്പ് തുടർച്ചയായി ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ്, ഈ വരുന്ന ദിവസങ്ങളിൽ 13, 14, 15 തീയതികളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ, ആ നാഷണൽ കൗൺസിൽ കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള സഖാക്കളോട് പറയാനുള്ളത് പറഞ്ഞും അവർക്ക് പറയാനുള്ളത് കേട്ടും ഈ പ്രക്രിയയിൽ എന്താണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് തിരിച്ചറിഞ്ഞ്. അങ്ങ് ചോദിച്ചല്ലോ തെറ്റ് തിരുത്തണോ?
തെറ്റുണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഗവൺമെൻറ്റിന് മാത്രം തെറ്റാകില്ല. തുടർന്ന് പല തരങ്ങളിൽ പൊളിറ്റിക്കൽ നയങ്ങൾ, പൊളിറ്റിക്കൽ സംവിധാനങ്ങൾ, രാജ്യത്തുണ്ടാകുന്ന പൊതു അന്തരീക്ഷം, ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, ഇങ്ങനെ പലതുണ്ടാകും. ഇപ്പോൾ താങ്കൾ തന്നെ വരുന്നത്, താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തിളങ്ങി തുടക്കം കുറിച്ച തൃശ്ശൂരിൽ CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഡയറക്റ്റായിട്ട് ആരോപണം ഉന്നയിച്ചില്ലെങ്കിലും CPM പോലും BJPയായിട്ടൊരു ധാരണയുണ്ടായി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ്. CPM ഒട്ടുമറച്ചു എന്ന് മാത്രമുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് വലിയ അപകടകരമായിരിക്കും. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ചർച്ച ചെയ്ത് CPM ഒട്ടുമറച്ചത് കൊണ്ടാണ് തോറ്റത് എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഒരു വോട്ടും മാറിയിട്ടില്ല, ഞങ്ങളുടെ വോട്ടെല്ലാം കൃത്യമായി ഇല്ല. ഞങ്ങളുടെ വോട്ടുകളിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആകെ അങ്ങെടുത്ത് മറ്റൊരു വശത്തേക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായ വിലയിരുത്തലാകും. അങ്ങനെ CPIക്ക് അഭിപ്രായം. ഇപ്പോൾ തൃശ്ശൂരിലെ മേയർ അദ്ദേഹം തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തുന്നു, അല്ലെ അദ്ദേഹം ഇലക്ഷൻ ഇന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്നു. CPI അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു. പക്ഷേ ഒന്നും നടക്കുന്നില്ലല്ലോ. ഇടതുപക്ഷ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയല്ലേ. അങ്ങനെ തീരുമാനിക്കാറായോ? CPI ശക്തമായ നിലപാടെടുത്തിട്ട് എത്ര നാളായി? CPIയുടെ ജില്ലാ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം 3 ദിവസം മുമ്പ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ അഭിപ്രായത്തിൻ്റെ തുടർ നടപടി ഉണ്ടാകും. ഒരു വിഷയം തീരുമാനിച്ചാൽ പിറ്റേന്ന് റിസൾട്ട് ഉണ്ടാകുക എന്ന വിധത്തിൽ പോകാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമല്ലേ. മേയറെ മാറ്റണമെന്ന് അഭിപ്രായമുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിലിൻ്റെ സെക്രട്ടറി അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളത് കുറച്ചുകൂടി പാർട്ടി DC തന്നെ കൂടി പൊതു അഭിപ്രായം സമാഹരിച്ചതിന് ശേഷം ആവശ്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ, ഞങ്ങൾ ഒരുമിച്ചാണല്ലോ അവിടെ ഭരണരംഗത്തുള്ളത്, ഞങ്ങൾ ചർച്ച ചെയ്യും. അതിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീർക്കാനാകാത്തൊരു പ്രശ്നം വരുമ്പോഴാണല്ലോ പാർട്ടി ഒറ്റയ്ക്ക് ആലോചിക്കേണ്ട സ്ഥിതി വരിക. അപ്പോൾ ആ ഘട്ടത്തിൽ അങ്ങനെ ആലോചിച്ചാൽ മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പം ശ്രീ കാനം രാജേന്ദ്രൻ്റെ അകാല വേർപാട് താങ്കളടക്കം പാർട്ടിക്കുള്ളിൽ ആ വിഭാഗത്തെ അനാഥരാക്കി. അയ്യോ, അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിഭാഗം അനാഥരാവുകയോ വേറൊരു വിഭാഗം സനാഥരാവുകയോ ഒന്നും പ്രശ്നമില്ല. കാനം രാജേന്ദ്രൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയിരുന്ന ഒരാളായിരുന്നു. അത് നമ്മുടെ പാർട്ടിയെ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാനം രാജേന്ദ്രനെ തുടർന്ന് സഹ ബിനോയ് വിശ്വം വന്നപ്പോഴും കൃത്യതയോടുകൂടിയുള്ള നിലപാടുകളെടുത്ത് വളരെ ജനകീയമായി ഏറ്റവും കരുത്തോടെ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. അതിലൊരു കുറവും ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും മാറ്റി നിർത്താനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ ശക്തിയോടെ എത്ര നേതാക്കന്മാരുടെ അഭിമാനകരമായിട്ടുള്ള പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ്. ഒരു ഘട്ടത്തിൽ ഇത് തളർന്നിട്ടില്ല. കാനം രാജേന്ദ്രൻ്റെ വേർപാട് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിക്കകത്ത് പാർട്ടിയെയും അദ്ദേഹത്തെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് മാനസികമായൊരു പ്രയാസം ഉണ്ടാക്കി. അത് വ്യക്തിപരമാകാം, സംഘടനാപരമാകാം. പക്ഷേ അതൊന്നും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ ഒരു നിലയിലും ബാധിക്കാത്ത വിധത്തിൽ അതിൻ്റെ നേതൃത്വം നല്ലതുപോലെ മുന്നോട്ട്. CPIക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവാദം രാജ്യസഭയിലേക്കുള്ള അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിൽ PP സുനീറിനെ തിരഞ്ഞെടുത്ത് പ്രകാശ് ബാബുവിന് വേണ്ടി പാർട്ടി സെക്രട്ടറി തന്നെ ആ പേരുകൾ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു വേർതിരിവ്, അതൊരു വിഭാഗീയതയെ വളരുകയല്ലേ. ഒരു വിഭാഗീയതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടയിൽ ഉണ്ടായിട്ടില്ല. PP സുനീറിനെ സ്ഥാനാർത്ഥിയായി ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിയിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചോ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടിനിട്ടോ ഒന്നുമല്ല തിരഞ്ഞെടുത്ത്, ഏകകണ്ഠമായിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ പല അഭിപ്രായങ്ങളും സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ, ഒരു വ്യക്തിയെ തീരുമാനിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകും. പക്ഷെ ആ അഭിപ്രായങ്ങളെല്ലാം കേട്ട് കൃത്യതയോടുകൂടിയുള്ളൊരു നിലപാടിലേക്കാണ് പാർട്ടി പോകുക. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരു അന്തഛിദ്രവും ഈ പാർട്ടിയുടെ ലീഡർഷിപ്പിന് ഒരു അവസരം കൊടുക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ എങ്ങനെയാണ്? വ്യക്തിയല്ലല്ലോ ഇതിനകത്തുള്ള പ്രശ്നം, പാർട്ടി എടുക്കുന്ന ഒരു പൊതുവായ നിലപാടല്ല. ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടല്ല ശരിയെന്ന് ഈ പാർട്ടിയിൽ ആർക്കും പറയാനാകില്ല, എത്ര ഉന്നതനായാലും പറയാനാകില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി ഒരു കൂട്ടായ നേതൃത്വമാണ്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിലോ പല കാര്യങ്ങളിലോ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞങ്ങളൊരു കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അഭിപ്രായത്തിൽ എത്തിച്ചേരും. ആ അഭിപ്രായമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ശരി. പിന്നെ അതിനെ പുറത്തിറങ്ങിയിട്ട് വേറെ അഭിപ്രായം പറയുന്നത് ആരും അങ്ങനെ മുതിരില്ല എന്നാണ് എൻ്റെ ധാരണ. പാർട്ടിക്കുള്ളിൽ വാർത്തകൾ ചോരുന്നു എന്ന് പറഞ്ഞുള്ള വിമർശനവും കഴിഞ്ഞ നേതൃയോഗത്തിൽ നടന്നു എന്ന് വാർത്തകളുണ്ട്. അല്ല, ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ പണ്ടൊക്കെ ഒരു ഇരുമ്പ് മറയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ ചിലത് ശരിയായ വാർത്തകൾ, ചിലത് വാർത്തകൾക്ക് വേണ്ടിയുള്ള വാർത്തകൾ, ചിലത് വാർത്തകൾ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ, ഇതിൽ കുറച്ച് ശരിയുണ്ടാകും, മഹാഭൂരിപക്ഷം തെറ്റുമുണ്ടാകും.
വാർത്തകൾ അങ്ങനെ ചോരുന്ന പ്രവണത ശരിയായതല്ല, അത് ഗുണകരമായിരിക്കില്ല, അത് നമ്മളെ നല്ലൊരു ഒരു ഒരു തരത്തിലേക്കായിരിക്കില്ല നയിക്കുക. ഇനിയിപ്പോൾ വാർത്തകളങ്ങനെ ചോർന്നാൽ എന്തെങ്കിലും ബാധിക്കാൻ പോകുന്നുണ്ടോ? എന്തെല്ലാം കേട്ടും എന്തെല്ലാം എഴുത്തുകളെ അഭിസംബോധന ചെയ്തും എത്രയേറെ പ്രതിസന്ധികളെയും മറികടന്നു വന്ന പാർട്ടിയാണ് ഈ പാർട്ടി. ഈ പാർട്ടിക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ നിലപാടുകളിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം ഒരു വാർത്തയ്ക്കും ഈ പാർട്ടിയുടെ മൂവ്മെൻറ്റിനെ തകർക്കാനാകില്ല. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായം CPI ഈ മുന്നണി വിടണം എന്നുള്ളതായിരുന്നു. അതേ അഭിപ്രായം MM ഹസൻ UDF കൺവീനർ CPI ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാതെ പഴയ സഖ്യ കക്ഷി എന്നുള്ള നിലയിൽ തന്നെ പുറത്തേക്ക് വരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അങ്ങേപോലെ ദീർഘകാലത്ത് പാരമ്പര്യമുള്ളൊരു പത്രപ്രവർത്തകൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞ എല്ലാവരെയും ഏറ്റവും വിനയത്തോടെ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി, കേരളത്തിലെ 14 പാർട്ടികളിൽ ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയില്ല, അങ്ങനെ ഒരു അഭിപ്രായം ഏകകണ്ഠമായി രേഖപ്പെടുത്തി, അങ്ങനെ ഒരു അനുഭവം ഇല്ല. ഒരു കമ്മിറ്റി 51 അംഗ കമ്മിറ്റിക്കകത്ത് നിൽക്കുന്ന ഒരാൾ അഭിപ്രായം പറയുകയും അങ്ങനെ പറഞ്ഞവൻ വേണമെങ്കിൽ അവൻ്റെ പേരും കൂടി കൂട്ടി പത്രത്തിനോട് പറയുകയും ചെയ്യുന്നത് കമ്പോളവൽക്കരിക്കപ്പെട്ട ആധുനിക കാലത്ത് ഒരു പുതിയ വാർത്തയായിരിക്കും. അതിനെ അവഗണിക്കാം. പക്ഷേ ഹസൻ്റെ അഭിപ്രായത്തെ ഹസനൊക്കെ എന്തും പറയാം. ഹസൻ ഒന്നാമത് ഈ KPCC പ്രസിഡന്റിനെ കൂടോത്രം വയ്ക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊരു അപകടകരമായ കാലമാണ്. ഇപ്പോഴും സുനിൽ കനകോലുമാർ വിജയത്തിലേക്ക് നയിച്ചൊരു പാർട്ടി അതിൻ്റെ അടിസ്ഥാന ചിന്തയായിട്ട് കൂടോത്രത്തെ കാണുകയാണ്. MM ഹസൻ KPCCയുടെ പ്രസിഡന്റ് ചാർജ് എടുക്കുന്ന ദിവസം വന്നില്ല. അദ്ദേഹം വരാത്തത് ശരിയായില്ലെന്ന് KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ പറയുന്നു. ഇത്രയൊന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ലല്ലോ. അത്ര പിഴിഞ്ഞ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു മുഖത്തെ, വികൃതമായൊരു മുഖത്തെ സ്വയം സംരക്ഷിക്കാനുള്ള ചുമതല നിർവഹിച്ചതിന് ശേഷം ഞങ്ങൾ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്ന ശേഷം CPIയുടെ പ്രാധാന്യം കുറഞ്ഞോ കൂടിയോ? നിയമസഭയിൽ CPIക്ക് 17 കേരള കോൺഗ്രസ് മാണിക്ക് 5 അല്ല, അവരെ ഉൾപ്പെടുത്തിയോണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായില്ലേ? അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്കൊരു പേടി, ഞങ്ങൾക്കൊരു അപകടം ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ യഥാർത്ഥ സ്റ്റാൻഡുണ്ട്. ആ കരുത്തും ആൾബലവും അംഗസംഖ്യയും ഒരു ജനകീയ പിന്തുണയും ആർക്കും നഷ്ടപ്പെടുത്താനാകുന്ന ഒന്നല്ല. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ നന്ദി, എല്ലാ ആശംസകളും. ആയിക്കോട്ടെ.